ഹായ് കൂട്ടുകാരെ, ഒരിക്കൽ കൂടി മോംസ് മാജിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഗർഭകാലത്തിൻ്റെ 7ാമത്തെ ആഴ്ചയിലുള്ള അമ്മയിൽ കാണിക്കുന്ന ലക്ഷണങ്ങളും കുഞ്ഞിൻ്റെ മാറ്റങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ ഗർഭിണികളിൽ കാണിക്കുന്ന ലക്ഷണങ്ങളും ശരീരത്തിൻ്റെ വ്യത്യാസങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. 7ാമത്തെ ആഴ്ചയിൽ ഹോർമോണിൻ്റെ ഉൽപ്പാദനം കൂടുതലായതുകൊണ്ട് തന്നെ ലക്ഷണങ്ങളും കൂടുതലായിരിക്കും. പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടുതലായതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ കോൺസ്റ്റിപ്പേഷൻ, അതായത് മലബന്ധം, നെഞ്ചരിച്ചിൽ, വയറിൽ ഗ്യാസ് കിട്ടുന്നതൊക്കെ കൂടുതലായിരിക്കും. പിന്നെ ബാക്ക് പെയിൻ ഉണ്ടാകും. തുടർച്ചയായിട്ട് യൂറിൻ പാസ് ചെയ്യാൻ തോന്നും. വായിൽ സലൈവ, അതായത് തുപ്പലിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. ഭക്ഷണത്തോടുള്ള താല്പര്യക്കുറവ് തോന്നും. അതുപോലെ മുഖക്കുരുവൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഈ ടൈമിൽ വജൈനൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് മിൽക്കി വൈറ്റ് കളറായിരിക്കും. അത് പേടിക്കേണ്ടതില്ല. പിന്നെ നമ്മുടെ വയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വയറിന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകില്ല. പക്ഷേ ചിലർക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് വയറ് ചെറുതായിട്ട് വീർക്കാൻ ചാൻസ് ഉണ്ട്. വയറിൽ വ്യത്യാസം ഉണ്ടാകാത്തതിന് കാരണമെന്ന് പറയുന്നത് കുഞ്ഞ് തീർത്തും ചെറുതാണ്. ഇനി ഈ 7ാമത്തെ ആഴ്ചയിൽ കുഞ്ഞിന് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഈ വീക്കിലാണ് കുഞ്ഞിൻ്റെ വലുപ്പം 6ാമത്തെ ആഴ്ചക്കാളും ഇരട്ടിയാകുന്നത്. കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നന്നായി നടക്കുന്ന ഒരു ടൈമാണിത്. അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ തലയുടെ വലുപ്പം എന്ന് പറയുന്നത് 0.8 mm ആയിരിക്കും, അതായത് 0.8 mm ആയിരിക്കും. കുഞ്ഞിൻ്റെ കയ്യിലെയും കാലിലെയും വിരലുകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടാകും. പിന്നെ റെസ്പിറേറ്ററി സിസ്റ്റം, അതായത് ശ്വാസനാളം, പിന്നെ ഇൻറ്റസ്റ്റൈന്, കിഡ്നിയൊക്കെ വളരും. കുഞ്ഞിന് മോണകളൊക്കെ ഉണ്ടാകാൻ തുടങ്ങും. പിന്നെ കുഞ്ഞിൻ്റെ സ്കിന്ന് നൈസ് ആയതുകൊണ്ട് തന്നെ ഇതിനിടയിലൂടെ കുഞ്ഞിൻ്റെ ഞരമ്പുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ 7th വീക്കിൽ കുഞ്ഞിൻ്റെ സൈസ് എന്ന് പറയുന്നത് ബ്ലൂബെറിയുടെ അത്രേ കാണത്തുള്ളൂ. ലെങ്ത് എന്ന് പറയുന്നത് 1.27 cm ആയിരിക്കും. മിക്ക ഡോക്ടർമാരും പ്രഗ്നൻസിയുടെ ഫസ്റ്റ് സ്കാനിങ് പറയുന്നത് ഈ 7th വീക്കിലായിരിക്കും. ഈ ഫസ്റ്റ് സ്കാനിങ്ങിൽ നമുക്ക് പ്രഗ്നൻസി കൺഫേം ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ യൂട്രസിനകത്താണോ കുഞ്ഞ് വളരുന്നതെന്നും വളർച്ച എത്രത്തോളമായി നമുക്ക് ഈ സ്കാനിങ്ങിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കേൾക്കാൻ സാധിക്കും. അതോടൊപ്പം ഡെലിവറി ഡേറ്റ് കൂടി നമുക്ക് ഈ സ്കാനിങ്ങിലൂടെ അറിയാൻ സാധിക്കും. ഇനി ഫുഡിൻ്റെ കാര്യത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, പാല്, മുട്ട, ഇറച്ചി, മീൻ, വെജിറ്റബിൾസ്, പഴവർഗ്ഗങ്ങൾ പോലെ പ്രോട്ടീൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. നല്ല എരിവുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. അത് വോമിറ്റിംഗ് ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നു. ഛർദി ഉണ്ടെന്ന് കരുതി ഭക്ഷണം കഴിക്കാതെ ഇരിക്കരുത്. ഗ്യാസ് കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണമെങ്കിലും നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. അതുപോലെ കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആളാണെങ്കിൽ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിൽ ജ്യൂസ് അടിച്ച് കഴിക്കുന്നതിനേക്കാൾ കൂടുതലും അതുപോലെ തന്നെ കഴിക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. അതുപോലെ പ്രീനേറ്റൽ വൈറ്റമിൻസ് ആയ അയൺ ടാബ്ലറ്റും ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സും ഒക്കെ കഴിക്കണം. പിന്നെ ഈ ടൈമിൽ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ, ചെറുതായിട്ട് പോലും ബ്ലീഡിംഗ് ഒക്കെ വന്നാൽ ഡോക്ടറിനെ കണ്ട് അത് കുഴപ്പമില്ല എന്ന് ഉറപ്പ് വരുത്തണം. കാരണം ചിലത് കുഴപ്പമില്ലാത്തതാണ്. ഞാൻ മുമ്പ് പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ വിചാരിക്കും ഈ ഒരു പ്രഗ്നൻസി മന്ത്സ് മൊത്തം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുമെന്ന്. അങ്ങനെ ഒട്ട് ടെൻഷൻ അടിക്കേണ്ട. കാരണം ഫസ്റ്റ് ട്രിമസ്റ്റർ മാത്രമേ നിങ്ങൾക്ക് ഈ അസ്വസ്ഥതകളൊക്കെ കാണുകയുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നോർമലായിട്ടുള്ള ലൈഫായിരിക്കും. പിന്നെ ഈ ട്രിമസ്റ്റർ എന്താണെന്നുള്ളതിനെ പറ്റിയുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് ഡൗട്ട്സ് ഉള്ളവർ കയറി കാണണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമുള്ളവർ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോസ് തുടർച്ചയായിട്ട് കാണുവാൻ വേണ്ടി അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഇൻ ഓൾ നോട്ടിഫിക്കേഷൻ കൊടുക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ടാറ്റാ.